ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കഥ കേൾക്കാനുള്ള മൂഡിലാണല്ലോ അല്ലേ എല്ലാവരും? ശിവൻ ഒരു ദിവസം പാർവതിയോട് പറഞ്ഞു, 2-3 വർഷമായല്ലോ നമ്മൾ ഭൂമിയിലൊക്കെ ഒന്ന് പോയി വന്നിട്ട്, നമുക്കൊന്ന് പോയാലോ? ഇത് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പോയതൊന്നും അങ്ങ് ഓർക്കുന്നില്ലേ? എന്തൊരു ബഹളമായിരുന്നു നമ്മളെ കണ്ടിട്ട് സെൽഫി എടുക്കാനും അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാനും. എന്തൊരു തിരക്കായിരുന്നു. അങ്ങയുടെ തൃശൂലം തന്നെ എടുത്ത് സെൽഫി സ്റ്റിക്ക് ആക്കിയവരല്ലേ മനുഷ്യർ. ഞാൻ എന്തായാലും ഇപ്രാവശ്യം ആ വേഷത്തിൽ പോകുവാനില്ല. നമുക്ക് വേഷപ്രച്ഛന്നരായിട്ട് പോകാം. ഇത് കേട്ടപ്പോൾ ശിവനും തോന്നി പാർവതി പറയുന്നത് ശരിയാണെന്ന്. അങ്ങനെ അവർ 3 പേരും, ശിവൻ ഒരു കർഷകൻ്റെ വേഷവും പാർവതി കർഷകൻ്റെ ഭാര്യയുടെ വേഷവും നന്ദികേശൻ ഒരു കഴുതയുടെ വേഷവും സ്വീകരിച്ച് അവർ ഭൂമിയിലേക്ക് യാത്രയായി. അങ്ങനെ അവർ ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇവർ 3 പേരും ഒരു വെയിലത്തിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ എതിരെ കുറേ ആൾക്കാർ വന്നു. അവരിങ്ങനെ അടിമുടി ഇവരെ 3 പേരെയും നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, 3 പേരും ഇവരെവിടെ നിന്ന് വരുന്നവരാണെന്ന് അറിയുന്നില്ലല്ലോ. എന്തായാലും വിഡ്ഢികൾ തന്നെ. ഇതിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാൾക്ക് ആ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തുകൂടെ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച ശിവൻ പാർവതിയോട് പറഞ്ഞു, ഞാനെന്നാൽ കഴുതപ്പുറത്ത് കയറാം പാർവതി. അങ്ങനെ ശിവൻ കഴുതപ്പുറത്ത് കയറി അവർ കുറേ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് വീണ്ടും അവരിങ്ങനെ പോയപ്പോൾ വീണ്ടും വരുന്നു ദാ കുറേ മനുഷ്യർ. അവർ പറഞ്ഞു, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ. ഇയാൾക്ക് ആ ഭാര്യയെ കഴുതപ്പുറത്തിറങ്ങിയിട്ട് അയാൾക്ക് നടന്നുകൂടെ? കൊള്ളാം. അങ്ങനെ അതും ശ്രദ്ധിച്ച് അവർ വീണ്ടും ശിവൻ താഴെ ഇറങ്ങിയിട്ട് പാർവതിയെ കഴുതപ്പുറത്ത് കയറ്റി. അങ്ങനെ വീണ്ടും അവർ യാത്രയായി. അങ്ങനെ വീണ്ടും കുറേ ദൂരം പോയപ്പോൾ ദാ വരുന്നു കുറേ സ്ത്രീകൾ. ആ സ്ത്രീകൾ കഴുതപ്പുറത്തിരിക്കുന്ന പാർവതിയെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ആ കൊള്ളാം, എന്തൊരഹങ്കാരിയാണ് ഈ സ്ത്രീ. സ്വന്തം ഭർത്താവിനെ നടത്തിയിട്ട് അവൾ ഞെളിഞ്ഞിരിക്കുന്നു കഴുതപ്പുറത്ത്. ഇതുപോലുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായാൽ മതി ഈ ഭൂമി ഒന്ന് മുടിഞ്ഞു കിട്ടുവാൻ. അങ്ങനെ പറഞ്ഞിട്ട് അവരും യാത്രയായി. വീണ്ടും ശിവൻ പറഞ്ഞു, നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ഈ വേഷപ്രച്ഛന്നതയെല്ലാം മാറ്റി നമുക്ക് ശിവനും പാർവതിയും നന്ദികേശനുമായിട്ട് തന്നെ അങ്ങ് യാത്ര തുടരാം. അതാണ് നല്ലത്. അങ്ങനെ അവർ 3 പേരും സ്വന്തം വേഷത്തിൽ യാത്ര തുടർന്നു. അപ്പോഴും വരുന്നു കുറേ മനുഷ്യർ. ആ കൊള്ളാം, ഫാൻസി ഡ്രസ്സ് ഇപ്പോൾ വഴിയിലുമായോ? വെറുതെ മനുഷ്യരെ പറ്റിക്കുവാൻ കുറേ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും. ഈ പൊരി വെയിലത്ത് ഈ കാളയും കൊണ്ട് നടക്കുന്നതിന് ഇവരെ മൃഗസംരക്ഷണ വകുപ്പിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞ് അവരും നടന്നുപോയി. അപ്പോൾ ശിവൻ പറഞ്ഞു, കണ്ടില്ലേ പാറു, ഇതാണ് മനുഷ്യലോകം ഇപ്പോൾ. സ്വർഗത്തെക്കാളും നരകത്തെക്കാളും മോശമാണ് ഭൂമി എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാം ഈ ഭൂമിയിൽ കുറ്റം തന്നെ. പക്ഷേ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മളെ തന്നെ മാറ്റാതെ ഇരുന്നിട്ട് നമ്മൾക്ക് എന്ത് തോന്നുന്നോ അതുപോലെ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് നമുക്ക് മനുഷ്യരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്? നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാൽ പോരെ? നമ്മുടെ മനസ്സിന് തൃപ്തി നൽകുന്നത് എന്തും നമുക്ക് ചെയ്താൽ പോരെ എന്ന് ശിവൻ പാർവതിയോട് ചോദിച്ചു. പാർവതി പറഞ്ഞു, അതാണ് നല്ലത് ഭഗവാനെ. ഈ ലോകത്തെ മാറ്റുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക, അത് മാത്രമാണ് നല്ലത് എന്ന് പാർവതിയും പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു തീർന്നതും കുറേ കൊച്ചു കുട്ടികൾ ഓടി വന്നു അവരുടെ അടുത്തേക്ക്. അയ്യോ, ഞങ്ങൾ എത്ര നാളായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ശിവനെയും പാർവതിയും ഒന്ന് നേരിട്ട് കാണുവാൻ. അയ്യോ, ഞങ്ങളുടെ ജീവിതം ധന്യമായി കേട്ടോ എന്ന് പറഞ്ഞ് അവർ ഓടി വന്ന് ശിവനെയും പാർവതിയെയും കെട്ടിപ്പിടിച്ച് കാലിൽ വീണ് അനുഗ്രഹം തേടി. ഇത് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു, അങ്ങ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി എഴുതി ചേർക്കുന്നത് നന്നായിരിക്കും. ലോകത്തെ മാറ്റുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതില്ല. നമ്മൾ സ്വയം ഒന്ന് അല്പം മാറിയാൽ മതി, ലോകം താനെ മാറിക്കോളും. ഇത് കേട്ടപ്പോൾ നന്ദികേശനും ശിവനും ശരിവെച്ചു. ശരിയാണല്ലേ പാർവതി പറഞ്ഞത്?
നമ്മൾക്ക് നമ്മളെ ലോകത്തുള്ളവരെ എല്ലാവരെയും മാറ്റുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മളുടെ ഇച്ഛാശക്തിക്ക് എന്താണ് ശരി എന്ന് ചിന്തിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾക്കുള്ള മനസമാധാനമെങ്കിലും നിലനിർത്തുവാൻ കഴിയുമല്ലേ.